4 ഫ്രണ്ട്സ് ഒരുമിച്ച് പഠിക്കുന്നു. ചെറുപ്പം മുതലേ ഒരേ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ വലുതായപ്പോൾ ഇവർ പല പല കരിയറൊക്കെ ചൂസ് ചെയ്ത് പല പല വഴിക്ക് തിരിഞ്ഞു. അതിനകത്ത് 3 ആൾക്കാർ മാത്രം ലൈഫിൽ നല്ല സക്സസ് ആയി. ഒരാൾ മാത്രം സക്സസ്ഫുൾ ആയില്ല, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ ഓരോരോ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങ് കുറയും. ഏറ്റവും താഴെ കിടക്കുന്നതിനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും കാണത്തില്ല, വല്ലപ്പോഴും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ. അതും ചിലപ്പോൾ കാണാത്തവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഈ 4 കൂട്ടുകാരും ഒരുമിച്ച് കൂടാനൊരു അവസരം വന്നു. ചിലപ്പോൾ അടുത്തുള്ള ഫ്രണ്ടിൻ്റെ എന്തെങ്കിലും ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ആ ജീവിതത്തിൽ വിജയിക്കാത്ത ആൾ ബാക്കി 3 പേരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ ഇത്രയും നാൾ വിളിക്കാതിരുന്നത്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ തിരിച്ചു പറയുകയാണ്, നീ എന്താണ് എന്നെ ഇത്രയും നാൾ വിളിക്കാതിരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളും തിരിച്ച് വിളിക്കാതിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ചോദിക്കാൻ ആ ടോപ്പിൽ നിൽക്കുന്നവർക്ക് പറ്റുമോ? എന്ന് വെച്ചാൽ ആ മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് ജസ്റ്റ് സമയം മാത്രം മതി ഒന്ന് വിളിച്ചന്വേഷിക്കാൻ. ഈ താഴെ നിൽക്കുന്നവർക്ക് മനസ്സിലൊരു ചിന്ത കാണും, നമ്മളിനി അവരോട് ഇത്രയും നാൾ സംസാരിച്ചാൽ അവർക്ക് എന്ത് തോന്നും. അവർക്ക് എപ്പോഴും ഒരു ഉൾവലിവ് കാണും, മുൻപന്തിയിൽ നിൽക്കുന്നവർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ ആരെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, മറന്നുപോയ ആരെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് വിശേഷമൊക്കെ തിരക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടി വന്ന ഒരു 10 സെക്കൻഡ് നഷ്ടമാവും ലൈഫിൽ നിന്ന്. പക്ഷെ ഉറപ്പാണ് ആ 10 സെക്കൻഡ് അവൻ ലൈഫ് ലോങ് സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കും, ഉറപ്പാണ്.